ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 30-ാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുകയാണ്. ഒരുപാട് കടകൾക്ക് തുറക്കാനുള്ള ഇളവുണ്ട്. ഒരുപാട് മേഖലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇളവുണ്ട്. 𝗍𝗃𝗃𝗃 ചെറിയ തോതിലുള്ള സർവീസുകൾ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ റേഷൻ വിതരണം നീട്ടിയിട്ടുണ്ട്. മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നീട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് മെയ് 30-ാം തീയതി വരെ പ്രഖ്യാപിച്ചിരുന്ന ലോക്ക്ഡൌൺ ആണ് നീട്ടിയിട്ടുള്ളത്. ലോക്ക്ഡൌൺ നീട്ടുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു. നമ്മൾ ഇന്നലെ ആ കാര്യം വ്യക്തമാക്കിയതാണ്. കാരണം കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കുറയാത്ത ഒരു സ്ഥലത്തും ലോക്ക്ഡൌൺ ഒഴിവാക്കരുത് എന്നാണ്. ചെറിയ ഇളവുകളോട് കൂടിയിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ടായിരിക്കും ലോക്ക്ഡൌൺ ഒഴിവാക്കുക എന്നാണ് സൂചനകൾ. അപ്പോൾ ആ രീതിയിലുള്ള ഇളവുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ ജൂൺ 9-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എങ്കിലും പല സ്ഥാപനങ്ങൾക്കും ചെറിയ ഇളവുകളുണ്ട്. പ്രധാനമായിട്ട് നമുക്കറിയാം, സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള സാമഗ്രികളും പഠന ആവശ്യത്തിന് ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള കടകൾക്ക്, ബുക്ക് സ്റ്റാളുകൾക്ക് എല്ലാം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. അതുപോലെ തന്നെ തുണിക്കടകൾക്കും ചെരുപ്പ് കടകൾക്കും ജ്വല്ലറികൾക്കും എല്ലാം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. ഈ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ള മറ്റു സ്ഥാപനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് ഈ ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ പ്രവർത്തനം ഈ ദിവസങ്ങളിലാണ് നിലവിലുള്ളത്. ബാങ്കുകളുടെ പ്രവർത്തന സമയം മാറ്റിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ എന്നുള്ളത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആക്കിയിട്ടുണ്ട്. ഇനി ചൊവ്വ, ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. മൊബൈൽ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ശനി, ചൊവ്വ ദിവസങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്. കണ്ണട ഷോപ്പുകൾക്ക് ചൊവ്വ, ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്. പാൽ വസ്തുക്കൾ ശേഖരിക്കുന്ന ആക്രി കടകൾക്ക് വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രം ഈ ദിവസങ്ങളിൽ കടകൾ തുറക്കാവുന്നതാണ്. വളം, കീടനാശിനി വിൽക്കുന്ന കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. കയർ, കശുവണ്ടി മേഖലക്കും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾക്കെല്ലാം ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മിനിമം ജീവനക്കാരെ വെച്ച് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവൂ എന്നുള്ള നിബന്ധന കൂടി ഉണ്ട്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനം നിൽക്കുന്ന ഭാഗത്തു കൂടി 𝗍𝗃𝗃 ചെറിയ തോതിലുള്ള സർവീസുകൾ ആരംഭിക്കുകയാണ്. ഇത്തരം ജോലിക്കാരുടെ സൗകര്യാർത്ഥമാണ് അത്തരത്തിലുള്ള സർവീസുകൾ ആരംഭിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ആയിരിക്കും ആ ഒരു സർവീസ് നടത്തുക. ഒരു സീറ്റിൽ ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. അഗ്രി മില്ലുകൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെങ്കൽ വെട്ടുന്ന സ്ഥലങ്ങൾ, ക്രഷർ യൂണിറ്റുകൾ ഇവയ്ക്ക് പ്രവർത്തിക്കാം. ഇത്തരത്തിലുള്ള ഇളവുകളൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ലോക്ക്ഡൌൺ ഏതായാലും 9-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ആ 9-ാം തീയതി ഒരു 10 ദിവസം കൂടിയാണ് നീട്ടിയിട്ടുള്ളത്. ഈ 10 ദിവസത്തിന് മുമ്പ് നമുക്ക് കോവിഡ് ഗണ്യമായി കുറക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക്ഡൌൺ ഒഴിവാക്കി കിട്ടുന്നതുമായിരിക്കും. കൂടുതൽ നിയന്ത്രണങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ നീട്ടിയതുമായി സംബന്ധിച്ചും ഇളവുകൾ സംബന്ധിച്ചും നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ്, ഇനി ഒരാഴ്ച കൂടി മാത്രമാണ് മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളും ഏപ്രിൽ മാസത്തെ വിഷു കിറ്റും വാങ്ങാൻ അവസാന അവസരമുള്ളത്. അതായത് ഇനി നാളെ റേഷൻ കടയില്ല. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 6 ദിവസമാണ് ഇനി റേഷൻ വിഹിതങ്ങൾ, ഈ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വാങ്ങാനുള്ള അവസാന അവസരമുള്ളത്. പ്രത്യേകിച്ച് വിഷു കിറ്റിന്റെ കാര്യം. ആ വിഷു കിറ്റ് ഇനി ഈ ഒരു 5-ാം തീയതിക്ക് മുമ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കിറ്റ് പിന്നെ ലാപ്സായി പോകും. അതുപോലെ തന്നെയാണ് മെയ് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ നിങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.